ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വന്നവരും പോയവരും എല്ലാം ഒന്നായി. അപ്പൊ നിങ്ങൾ ചോദിക്കും, ബ്രോ എന്താണ് ഈ പറയുന്നത്? വന്നവരും പോയവരും ഒക്കെ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. കാര്യം പറയാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടന്നാലോ? കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ട്. അത് സായി, നമ്മുടെ ജാസ്മിൻ്റെ ബാപ്പയായ ജാഫർ ഇക്കായും അതിൻ്റെ കൂടെ നന്ദന പിന്നെ സായിയുടെ പെങ്ങളാണ്. പിന്നെ വേറൊരാളെ നമ്മളവിടെ കാണാനിടയായി, ഗബ്രി. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ട്. ഞാനതുകൊണ്ടാണ് ഇത് ക്ലിപ്പ് പ്രചരിപ്പിക്കാറ്. എന്നുവെച്ചാൽ എല്ലാവരും നിങ്ങൾ കണ്ടുകൊണ്ട് മറുത്ത് കാണും. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഗബ്രിയെ കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. നിങ്ങൾ ഞെട്ടിയില്ലേ? അതുവരെ ജാസ്മിൻ്റെ ബാപ്പ നേരത്തെ ബിഗ് ബോസ് വരുന്നതിന് മുന്നേ നമ്മുടെ സായി പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ സായിനെ വിളിച്ച് ഗബ്രിയെ പരത്തെറി പറഞ്ഞു. നമ്മളത് കണ്ടതാണ്. അതേക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ വോയിസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അവരെല്ലാം ഒന്നായി. അതാണ് ബിഗ് ബോസ്. നമുക്ക് പ്രവചനീയമാണ്, പ്രവചിക്കാൻ പറ്റത്തില്ല. അതാണ് ബിഗ് ബോസ്. എന്തായാലും അവരുടെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ അവർ പുറത്ത് ഇറങ്ങി സംസാരിച്ചു കാണും. അത് നല്ല കാര്യമാണ്. എന്ന് വെച്ചാൽ എന്തിനാ വൈരാഗ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതൊന്നും ശരിയായ നടപടിയല്ല. പറഞ്ഞു തീർക്കേണ്ടതൊക്കെ പറഞ്ഞു തീർക്കുക. ഇപ്പോൾ ഗബ്രിക്ക് ജാസ്മിന് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അത്ര പ്രായവും ഇല്ല, പക്വതയില്ലായ്മ കണ്ടായിരിക്കാം. പക്ഷെ അത് ജീവിതകാലം മൊത്തം അതേക്കുറിച്ച് വഴക്കുണ്ടാക്കാൻ അതൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം വന്നവരും പോയവരില്ല ഒന്നാകട്ടെ. സന്തോഷം മാത്രം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ. ബൈ ബൈ.